അധ്യായം, നീർച്ചാൽ വരിക നട്ടതും വില കൊഴിയാത്തതുമായ വൃക്ഷം പോലെ നിങ്ങൾ തഴച്ചു നിൽക്കും. ഒരു കുറവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അച്ഛൻ പറഞ്ഞു നാവിനെ നിയന്ത്രിക്കുന്ന കാര്യം. ഇന്ന് രാവിലെ എനിക്ക് യൂണിവേഴ്സിറ്റി ക്ലാസ്സിലായിരുന്ന ക്ലാസ്സിൽ 39-ാം അധ്യായം 1-ാം വാക്യം, നീ നിന്റെ നാവിന് കടിഞ്ഞാണിടുക. നീ നിന്റെ നാവിന് കടിഞ്ഞാണിടുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിശബ്ദമാകേണ്ടി വരും, നമ്മുടെ സമൂഹത്തിൽ നിശബ്ദമാകേണ്ടി വരും, നമ്മുടെ ഇടവകയിൽ നമ്മൾ നിശബ്ദമാകേണ്ടി വരും. നിശബ്ദമാകുന്നത് എന്തിനാണ് നമ്മൾ നിശബ്ദമാകുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ചൈതന്യത്തിൽ നിറയുവാൻ, കൃപയിൽ നിറയുവാൻ, സ്നേഹം, കരുതല്, കരുണ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നിശബ്ദമായി നിൽക്കുന്ന എവിടെയോ അവിടെയൊക്കെ കൃപ ഒഴുകിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ഒന്ന് സാമുവേൽ ആ ധൂപപീഠത്തിന് മുമ്പിൽ വെറുതെ ഇരുന്നതേ ഉള്ളൂ. ധൂപപീഠത്തിന്റെ മുന്നിൽ വെറുതെ ഇരുന്നതേ ഉള്ളൂ സാമുവേൽ. അത് വേറൊന്നും സാമുവേൽ ചെയ്തില്ല. അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്തത്. വചനത്തിൽ ഉടനീളം സ്ഥാനം പിടിക്കുകയാണ് ചെയ്തത്. മഗ്ദലക്കാരി മറിയം, അവൾ യേശുവിന്റെ പക്കലേക്ക് ഒന്ന് കടന്നു വന്നതേ ഉള്ളൂ. അവൾ വചനത്തിൽ സ്ഥാനം പിടിക്കുകയാണ് ചെയ്തത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് ശാന്തമാകുക, നമ്മളൊന്ന് സ്നേഹിക്കുക, നമ്മളൊന്ന് കരുതുക, കരുണയിൽ നിറയുക. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി അത് വേണം ഇത് വേണം ഒരിക്കലും, ഇത്രയും വലിയ ബാധ്യതകൾ വന്നു, ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നു, അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത അച്ഛനോട് പോലും ഞാൻ ഇത്രയും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ലാസ്റ്റാണ് ഇത്രയും പ്രതിസന്ധി അറിഞ്ഞ കുടുംബത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി. ഞാൻ മുട്ടുമേൽ നിന്ന് ഞാൻ വ്യക്തിപരമായി മറ്റുള്ള അതുപോലെ എന്നെ പോലെ ബാധ്യത അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുക ചെയ്തത്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അന്ന് എനിക്ക് ബാധ്യത തന്നത് കൊണ്ട് ഇന്ന് ബാധ്യതയുള്ള ഏത് വ്യക്തികൾ എൻ്റെ മുന്നിൽ വന്നു നിന്നാലും എനിക്ക് ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തമ്പുരാൻ തന്നു, എനിക്കിത് തന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അവസ്ഥ, നമുക്കൊരു രോഗികളായി മാറിയാൽ നമ്മൾ ആ സമയം മറ്റുള്ളവർക്ക് അനേകം രോഗികളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ വലിയ കൃപ, നമ്മൾക്ക് സൗഖ്യമാണ് കിട്ടുന്നത്. നമുക്ക് അവിടെ ദൈവം നമ്മളിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മൂന്നാമതായി പറയാനുള്ള കാര്യം, അച്ഛൻ പറഞ്ഞു കുമ്പസാരത്തെ കുറിച്ച്. ഒരു വിശുദ്ധ ജീവിതമാണ് കുമ്പസാരം. കുമ്പസാരം എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ഒരു കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങുവാണ്, ഒരു പാവമേ ഉള്ളെങ്കിലും നമ്മൾ ആ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കൃപയാണ് നിറയുകയാണ് ചെയ്യുന്നത്. സക്കേബൂസിനെ നോക്കിക്കേ. സക്കേബൂസ് പശ്ചാത്താപത്തോടെ യേശുവിനെ ഒന്ന് കാണുവാൻ ആ മരച്ചില്ലയിലൂടെ, ആ ചില്ലകളിൽ എന്തുമാത്രം വിഷമിച്ച ഇത്ര ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മരത്തെ കയറി ആ ചില്ലക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി. സക്കേവോ നീ ഇറങ്ങി വരൂ, യേശു പറഞ്ഞു. യേശുവിൻ്റെ പാദത്തിലേക്ക് ഇരിക്കുവാൻ. അന്ന് വൈകുന്നേരം യേശു സക്കേവുവിൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിൽ ഇരിക്കുകയും അവിടെ ഒരു തുറന്ന ഒരു കുമ്പസാരം നടക്കുകയാണ് ചെയ്തത്. ആ മുഖാമുഖം ഒരു കുമ്പസാരം നടക്കുകയാണ് ചെയ്തത്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആ സക്കേവുവിനെ പോലെ നമ്മൾ യേശുവിനെ കാണുവാൻ, ആ കൺ തുറന്നൊന്ന് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുക. എൻ്റെ യേശുവപ്പച്ചൻ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് സ്നേഹിക്കണം എൻ്റെ യേശുവപ്പച്ചനെ. അത് മാത്രമല്ല, ബാക്കിയെല്ലാം ഈ ലോകത്ത് യേശുവപ്പച്ചൻ നമുക്ക് കൂട്ടിത്തരും. എൻ്റെ ജീവിത സാക്ഷ്യമാണ്. എനിക്ക് ഇതിലേറെ സാക്ഷ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ്, കടാശങ്ങൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എനിക്കുണ്ടായി. ഇനിയും അനേകം രാജ്യത്തേക്ക് ഇനി കടന്നു പോകുന്നുള്ള പ്രവചനവും പല കൗൺസിലേഴ്സിലൂടെ ഞാൻ USA കടന്നു പോകുന്നില്ല, പ്ലെയിൻ പോകുന്നതായിട്ട് കാണിച്ചു തരുന്നു. സീനായി ധ്യാനമന്ദിരത്തിൽ ഇരുന്ന് ടോമി കാപ്പിൽ ബ്രദർ പറഞ്ഞപ്പോൾ, എന്റെ ബ്രദർ വേറെ എന്തെങ്കിലും കാര്യം പറയാം, ദിവ്യകാരണത്തിന് വേണ്ടി ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാനെങ്ങും പോകത്തില്ല, എനിക്ക് പോകാനൊന്നും ഇഷ്ടമല്ല, ഒരു പ്ലെയിനിലും കയറി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞയാള് 6 മാസം. അതാണ് നമുക്ക് നല്ല കൃപയുള്ള വ്യക്തികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. കൗൺസിലിംഗ് ഒന്നും ശരിയല്ല, ശുശ്രൂഷ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾക്ക് കൃപയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് കൃപദാന വരങ്ങൾ നമ്മളിൽ നിറയും.
നമ്മൾ ചിന്തിക്കുക, സക്കയോസിനെ പോലെ നമ്മളൊരു യേശുവിനെ തുറന്നു കാണുവാൻ, യേശുവിനെ എൻ്റെ ഉൾക്കണ്ണിൽ കാണുവാൻ. അന്ധയാചകൻ വിളിച്ചു, ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചു. ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചപ്പോൾ ആ വിളി പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വിളിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉയരണം. എന്നോട് അച്ഛന് കുറച്ച് സമയമാണ് എനിക്ക് സാക്ഷ്യത്തിന് വേണ്ടി തന്നത്. അച്ഛൻ എന്നോട് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോഴും എന്നോട് പറഞ്ഞാൽ സാക്ഷ്യം പറയണം, എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം എല്ലാവരും അറിയണം, എല്ലാവരും അറിയിക്കണം. സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളും എന്തുമാത്രം നെഞ്ചകം പൊട്ടിയാണ്, ഉള്ളിൻ്റെ ഉള്ളിലെ വേദന, ഉള്ളിൻ്റെ ഉള്ളിലെ ആ സങ്കടം എന്താണെന്ന് കൂടി ഇരുന്ന് എനിക്കറിയാം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും സങ്കടം കൊണ്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകാൻ സാധിക്കാത്ത വ്യക്തികൾ, പോകാൻ ആഗ്രഹിക്കാത്ത, വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രയും ഭാരപ്പെട്ട സങ്കടമാണ് ആയിട്ടാണ് അച്ഛനെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഒരു മകള് ഇരുട്ടിയിൽ നിന്ന് കടന്നു വന്നതാണ്. ഈ മകൾ ഇരുട്ടിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഈ മകൾക്ക് ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മകൾ എവിടെയെങ്കിലും പുറത്തു പോയെന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടും. അതുകൊണ്ട് എങ്ങനെയോ ഒളിച്ചു കാത്ത് ആദ്യം കൂട്ടുകാരുടെ കൂടെ ഇവിടെ വന്ന ഉടനെ ശുശ്രൂഷകരോട് പറഞ്ഞു, ആദ്യം എനിക്കൊന്ന് അച്ഛനെ കാണണം. ഭയങ്കര തിരക്ക്, ഭീമനടി പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ 400 പേരാണ് അച്ഛനെ കാണാനിരിക്കുന്നത്. ആ ഇടയ്ക്ക് എങ്ങനെ കാണാൻ പറ്റും? അപ്പോഴിങ്ങനെ ഈ കൊച്ചു പറയുകയാണ്, എനിക്ക് കണ്ടേ പറ്റൂ. അവസാനം ഞാനിങ്ങനെ മുന്നിലെ ഒരു ഭാഗത്താണ് ഞാനിരിക്കുന്നത്. അവിടെ വന്ന് എന്നോട് കേടപേക്ഷിച്ച് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു, മോളെ ചേച്ചി എനിക്ക് വന്ന് അച്ഛനെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചാ വന്നത്. എനിക്കൊന്ന് ഇത്രയും ആളുടെ ഇടയിൽ ഞാൻ എങ്ങനെയാ കാണുന്നത്? അവള് ആകെ ആകുലപ്പെടുക. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കുക, നീ ഇച്ചിരി നേരം നിൽക്കുക, ഈ ആൾ ഇറങ്ങുന്ന സംഗീതത്തിൽ കൂടെ അങ്ങോട്ട് പോയി അച്ഛനെ കണ്ടോ, കണ്ടിട്ട് നീ ഇറങ്ങി വാന്ന് പറഞ്ഞു. അപ്പൊ ചെന്നപ്പോഴേ അച്ഛനോട് മകള് പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛനെ ഭർത്താവ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഈ മദ്യപാനം ഒന്ന് നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അച്ഛനോട് പറഞ്ഞ് കൊച്ചിറങ്ങി വരിക. ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരുട്ടിക്ക് പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഭർത്താവ് കാലിളകി നിൽപ്പുണ്ട്. ഇവിടെ വീട്ടിൽ കയറ്റിയല്ല, ഭയങ്കര പ്രശ്നമുള്ള ഒരു മടക്കല എടുത്ത് നിൽപ്പുണ്ട്, ഇങ്ങനെ ഒരു അടിക്കാൻ വേണ്ടിയിട്ട്. നീ എവിടെയാ പോയെന്ന് സത്യം പറഞ്ഞു. ആ കൈ ഇങ്ങനെ നിന്നതല്ലാതെ ഒരടി പോലും ആ പെങ്കൊച്ചിന്റെ അടുത്ത് വീട്ടില്ല. അച്ഛൻ ആ മകളോട് പിന്നീട് ആ മകൾ എന്നോട് സാക്ഷ്യം പറഞ്ഞൊരു കാര്യം അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് മോളെ നീ വീട്ടിൽ പോക്കോ, നിന്നെ അവനിനി ഒന്നും ചെയ്യത്തില്ലെന്ന്. നിന്നെ അവനൊന്നും ചെയ്യത്തില്ല, നീ ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോളാണ്. ആ ധൈര്യത്തിൽ അവൾ വീട്ടിലോട് തിരിച്ചു പോയത്. ആ കൈ ഇങ്ങനെ തന്നെ നിന്ന് അവസാനം അത് പ്രാർത്ഥിച്ചാണ് ആ കൈ താങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അത്രയും അനുഗ്രഹമാണ് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മളെ ഒന്നും വേണ്ട. അച്ഛൻ്റെ അടുത്ത് വന്ന് ശാന്തമായി ഇവിടെ ഇരുന്ന് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളും അച്ഛൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതപാതയിൽ നമ്മൾ വിജയിക്കും. എൻ്റെ സാക്ഷ്യമാണ് ഇതൊക്കെ. ഇത്രയും ലക്ഷങ്ങൾ കടം വീടി, ഒന്നുമല്ല ജോലി ചെയ്ത് തന്നെ ആ കടങ്ങളെല്ലാം വീട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ ഒരു എക്കച്ചക്കലുകളോ ഈ കടബാധ്യതയുടെ പേരിൽ ഒരു സന്തോഷക്കുറവോ ഒന്നും വന്നില്ല. എന്നും എല്ലാവരും പള്ളിയിൽ പോകുന്നല്ലോ, പള്ളിയിൽ പോയി. എന്നും എല്ലാവരും പ്രാർത്ഥനാ റൂമിലേക്ക് പ്രാർത്ഥിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയില്ല, പരാതിപ്പെട്ടില്ല, ഇതെങ്ങനെ പോയെന്ന് ചോദിച്ചില്ല, ഒന്നും ആരും ചോദിച്ചില്ല. ആർക്കും ഇതിനെക്കുറിച്ച് ഒരു സംസാരമില്ല. പോകെ പതിയെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും മാറി. 2020 മോള് UK കടന്നുപോയി. അവൾ പഠനം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ കമ്പനിയിൽ ജോലിയായി. മരുമോനെ കൊണ്ടുപോകാൻ ഒറ്റ മോളേ ഉള്ളൂ. മോനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. 6 മാസം കൊണ്ട് കൊച്ചുമോളെ കൊണ്ടുപോയി. അതിനിടെ കൊച്ചിനെ കൊണ്ടുപോയി. 3ാമത്തെ ഡെലിവറിയും കഴിഞ്ഞ് മോള് വന്നു. അത് തന്നെയല്ല, അവിടെ നല്ലൊരു ഭവനം മേടിക്കാൻ. എന്തിനാണ് അവിടെ ഭവനം മേടിച്ചതെന്ന് ഞാൻ അവളോട് പറഞ്ഞത്. നീ എന്തിനാണ് അവിടെ ഭവനം മേടിക്കുന്നത്? ശുശ്രൂഷ ചെയ്യാനാണ്, കൂട്ടായ്മകൾ വെക്കാനാണ്. അവിടെ എല്ലാ സ്ഥലങ്ങളിലൊന്നും നമുക്ക് എല്ലാ വീടുകളിലൊന്നും കൂട്ടായ്മ വെക്കത്തില്ല. ചേർന്ന് നിൽക്കുന്ന വീടുകൾ കൂട്ടായ്മ വെച്ചാൽ പരാതി പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, എന്നു വെച്ചാൽ കേസും ഒക്കെ ഉണ്ടാവും. ഒറ്റയ്ക്കൊരു വീട് വാങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ കൂട്ടായ്മകൾ വെക്കാം. കേരളത്തിൽ നിന്നൊക്കെ അച്ഛന്മാർ വരുമ്പോൾ അവിടെ താമസിക്കാം. അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥന നടത്താം. അതിനാണ് നമുക്ക് വീട്. അല്ലാതെ നിനക്ക് താമസിക്കുന്നത് 2ാമത്തെ സ്ഥാനം. 1ാമത്തെ സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയുടെ മക്കളായി വളരണം. നിനക്ക് സാലറി എത്രയുണ്ടെന്ന് എനിക്കറിയണ്ട. ഞങ്ങൾക്ക് 2 പേർക്കും അറിയണ്ട. നിങ്ങളുടെ സാലറി അറിയണ്ട. നിങ്ങളുടെ ഒരു മഹിമയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്ന, പള്ളിയിൽ പോയോ പ്രാർത്ഥിച്ചോ? ഇത് മാത്രമാണ്. നമ്മൾ നമ്മുടെ മക്കളെ
മക്കളെ കുറിച്ച് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി വിടുമ്പോൾ നമ്മുടെ മക്കളെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ ചേർത്ത് പിടിക്കണം, ഈശോയെ അറിയിച്ച് വളർത്തണം. ഈശോയുടെ മണം നമ്മുടെ തലമുറകൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ഞാൻ പുറത്തു പോയി ശുശ്രൂഷ ചെയ്ത ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഒത്തിരി വേദനിക്കുന്നുണ്ട്. നമ്മുടെ യുവതി യുവാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിചാരിക്കും അന്യ പുരുഷന്മാരുടെ കൂടെ പോയി, അന്യ സ്ത്രീകളുടെ കൂടെ പോയി, അതല്ല, അതിനേക്കാൾ അപ്പുറം നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് ഒന്നാം സ്ഥാനം. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം. നമ്മൾ മുട്ടുമേ നിന്ന് മുട്ടുപൊട്ടിയ കെട്ടുപൊട്ടും. പണ്ടത്തെ അമ്മച്ചിമാർക്ക് അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു, അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താ വരുന്നത്? കുറേ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഓടും. ഇതൊന്നുമല്ല ചിട്ടയോടെയുള്ള ജീവിതം. നമ്മൾ എന്ത് വിഷമം വരുവാണെങ്കിലും നമ്മുടെ തിരുവദേവരൂപത്തിൻ്റെ മുന്നിൽ ഇരുന്ന്, പണ്ട് നമ്മുടെ അമ്മച്ചിമാർ കാര്യമായി മൃഗശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മക്കള് പ്രതിസന്ധികളിൽ പെട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ദാരിദ്ര്യം വരുമ്പോൾ, അല്ലേ ചേട്ടന്മാരെ, അല്ല ചേച്ചിമാരെ, അങ്ങനെയല്ലേ തിരുഹൃദയരൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന തിരുഹൃദയ ഒറ്റ രൂപയേ ഉള്ളൂ. ഇന്നത്തെ പോലെ 10 രൂപകളൊന്നുമില്ല. അന്ന് പൈസയില്ല, ചണകം മെഴുകിയ വീട്, സാമ്പത്തികമൊന്നുമില്ല. എങ്കിലും നമ്മുടെ അമ്മച്ചിമാർ ചട്ടയും മുണ്ട് കൊടുത്ത അടുക്കും ചിട്ടയോടെ ആ പ്രാർത്ഥന ഇന്നും ഞാൻ നിങ്ങളോട് ചങ്ങൽ തൊട്ട് ആത്മാർത്ഥമായി പറയുന്നു. നമ്മളും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്ക്, ഒരു പ്രചോദനം എനിക്ക് കിട്ടി. അതിതാണ്, നമ്മളൊരു യുവാവിനെ കാണുമ്പോൾ, ഒരു കുഞ്ഞുമക്കളെ കാണുമ്പോൾ, ഇവർ വിശുദ്ധരായി വളരണം, വിശുദ്ധിയിൽ നിറയണം, ലോകത്തിനും രാജ്യത്തിനും ദേശത്തിനും ഭവനത്തിനും വേണ്ടപ്പെട്ട മക്കളായി വളരണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, അനേകം മക്കൾക്ക് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിച്ച് പ്രാർത്ഥിക്കണം. അവിടെയാണ് നമുക്ക് കൃപ കൂടുതൽ നിറയുന്നത്. നമ്മുടെ മക്കള് അന്നേരം ഒരുക്കപ്പെട്ടവരായിക്കോളും. നമ്മുടെ മക്കൾക്ക് വേണ്ടി കിട്ടണേ, എൻ്റെ മക്കൾ പരീക്ഷ ജയിക്കണമേ, എൻ്റെ മക്കള് നല്ല ജോലി കിട്ടണമേ, എൻ്റെ കുഞ്ഞിന് അത് കിട്ടണം, അതല്ല നമ്മൾ വേണ്ടത്. ലോകത്തിന് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി, ഇവരാണ് നമുക്ക് നാളെ നമ്മുടെ കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ചപ്പാടുകളായി മാറുവാൻ, ഇവരാണ് ഭരണാധികാരികളാവേണ്ടത്, ഇവരാണ് വിശുദ്ധരായ കുടുംബസ്ഥരാവേണ്ടത്, ഇവരാണ് നമുക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, പുറത്തേക്കൊക്കെ പോയാൽ ഒരു മക്കൾ പോലും മാതാപിതാക്കൾക്ക് താങ്ങും തണലുമില്ല. എന്തെങ്കിലും മദേഴ്സ് ഡേയോ വരുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോയി പുറത്തു പോയി ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതാണ് മക്കളുടെ ബന്ധങ്ങൾ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെയൊന്നും ആകരുത്. ഇവരെ ആ രീതിയിൽ നമ്മൾ കരുതി ഒരുക്കി വളർത്തണം. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക്, ഞങ്ങൾക്ക് വേണ്ടി സക്രാരിയിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക്